ഹായ്, ഇത് നിമ്മി, ഇതെന്റെ സ്റ്റുഡന്റ് ആണ്. അപ്പം ഇന്ന് എന്നെ നിമ്മി കാണാൻ വന്നിരിക്കുകയാണ്. വണ്ടി ഓടിച്ചു വന്നേക്കാണ്. നിമ്മിക്ക് ലൈസൻസ് കിട്ടി. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചും വണ്ടി എടുത്തിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് എങ്ങനെയുണ്ട് ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞു. ഇല്ല കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാരണം എനിക്ക് ആ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ പതുക്കെ പറഞ്ഞു. മെയിൻ കാര്യം പറയേണ്ടത് എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ആ ഡൗട്ട്സ് ഇങ്ങനെ മാം അതെന്താ ഇതെന്താ മാം പറയും അതൊന്നും ആലോചിക്കേണ്ട, ഇവിടുത്തെ റൂൾസ് ഒക്കെ ഇങ്ങനെയാണ്, ഇങ്ങനെ നോക്കിയത് അല്ല. എന്നാലും എൻ്റെ ഒരു സംശയം ത്തിന്റെ പേരിലാന്ന് പറയുമ്പോഴും ഒട്ടും ദേഷ്യമോ ഒരു വിഷമോ ആ മുഖത്തെ ചിരി എപ്പോഴും ആ പേഷ്യൻസോട് കൂടി. ഒരു നല്ല ട്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കാം ആൻഡ് പേഷ്യന്റ് ആയിരിക്കും. അപ്പൊ അതാണ് ഞാൻ ഏറ്റവും അധികം ഇംപ്രസ്ഡ് ആയത്. എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ അങ്ങോട്ട് പറഞ്ഞു മാം എനിക്ക് ഇനിയും ക്ലാസ് വേണം. മാം പറഞ്ഞു വേണ്ട ഇത്രയും മതി. അപ്പൊ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. സാധാരണ എല്ലാവരും ക്ലാസ് കിട്ടുന്നതനുസരിച്ചിട്ട് ആ ഒരു ഫീസ് കിട്ടുമ്പോ ഒരു മണി ബേഴ്സ് മാത്രമല്ല. പുള്ളിക്കാരി പറഞ്ഞു ഇല്ല എന്തിനാ അതിന്റെ ആവശ്യം. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അതൊക്കെ എന്റെ മനസ്സിൽ സ്ട്രൈക്കാണ്. നിമ്മി ഓക്കെയാണ് എല്ലാം മാം, എനിക്കൊരു കോൺഫിഡൻസ്, എനിക്കോ കോൺഫിഡൻസ് നിമ്മിയിലല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ എക്സാമിന്റെ ഒന്ന് കാലത്ത് കൊണ്ടാക്കുമ്പോഴും മാം പറഞ്ഞ ഡയലോഗ് ഉണ്ട്, പാസ്സായിട്ട് വരും എനിക്ക് ഉറപ്പാണ്. പിന്നെ മാം ഒരുപാട് ട്രിക്കും കാര്യങ്ങളും അവിടെ എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു. അവരങ്ങനെ എന്തായാലും ഞാൻ പറയണ പോലെ ചെയ്താൽ മതി. എനിക്കറിയാം, കാരണം നമ്മൾ അത്രയും റൂൾസും കാര്യങ്ങളും നോക്കിയിട്ടാണ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നുള്ള വിശ്വാസമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞു, ഞാൻ പാസ്സായി. നെക്സ്റ്റ് ഡേ എന്റെ ഹസ്ബൻഡ് എനിക്ക് ഇന്ന് ഓർമ്മ രാത്രിയായിപ്പോ പറഞ്ഞു വാ വണ്ടി എടുക്ക് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടിയാ, പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ വണ്ടി എടുക്കും എന്തായാലും. പക്ഷെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവണം, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് വണ്ടി എടുക്കുന്നുള്ള ഇതുകളൊന്നും ഞാൻ പറയില്ല. എന്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു, ഞാൻ വണ്ടി എടുത്തു. ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ പോയി. ഇന്നിപ്പോ ഞാൻ മാമിനെ കാണാൻ ഹസ്ബൻഡ് ഇപ്പോഴും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരാഴ്ച എന്റെ കൂടെ ഒന്ന് നിന്നോളൂ, എനിക്ക് എല്ലാം ഒന്ന് പരിചയമാണ്. പക്ഷെ എനിക്ക് ഒട്ടും പേടിയില്ല. ഹസ്ബൻഡ് എന്നോട് എപ്പോഴും പറഞ്ഞു എനിക്ക് ഈ വണ്ടിയുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ പേടിയുണ്ട്, സ്പീഡിൽ പോകുമ്പോൾ. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്ക് പേടിയില്ല. പിന്നെ ചില സമയങ്ങളിൽ ഇല്ല എന്ന് പറയില്ല, നമ്മൾ ആ ഒരു റോഡും കാര്യങ്ങളും ഒന്ന് ക്ലിയർ ആണ്. പക്ഷെ ഞാൻ കോൺഫിഡന്റ് ആണ്, എനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. എന്താ പറയാ, ഒരുപാട് സന്തോഷം ആയിരുന്നു തന്നത്. ചിലപ്പോ ചിലവർക്ക് അറിയണവർക്ക് ഒരു ഇതുണ്ടാവും, പക്ഷെ അതെല്ലാം മാറ്റി തന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് ഇതാണ് ഏറ്റവും നമുക്ക് സന്തോഷകരം. നമ്മുടെ സ്റ്റുഡന്റ് വന്നിങ്ങനെ പറയുമ്പം നല്ല കോൺഫിഡൻസോടെ അവർ ഓടിക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഹാപ്പിനെസ്. ഒരുപാട് താങ്ക് യു സോ മച്ച്. ഓക്കേടാ. അപ്പൊ നമുക്ക് ഏറ്റവും കിട്ടുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇതുപോലെ സ്റ്റുഡൻസ് വന്ന് നമ്മളോട് പറയുന്നതാ. ഇത് അവരായിട്ട് പറഞ്ഞതാ, അല്ലാതെ നമ്മളൊരിക്കലും പറഞ്ഞു പറയിപ്പിക്കുന്നില്ല. നമുക്ക് കേൾക്കുമ്പോ തന്നെ അറിയാലോ. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്.